ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ മന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 വലിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, ഒരു ചിക്കൻ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് 1.5 കിലോ ചിക്കനാണ് ഓരോന്നും വരുന്നത്. അങ്ങനെ 3 ചിക്കൻ എടുത്തപ്പോഴേക്കും 4.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതിപ്പം നല്ല വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. മസാല നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ചിക്കൻ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മസാല പിടിച്ചോളും. നല്ല വലിയ പീസായിട്ട് കട്ട് ചെയ്തുള്ള വലിയ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഉണ്ടല്ലോ, നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇതുപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കാം. മിനിമം ഉണ്ടാക്കുന്നതിന് ഒരു 6 മണിക്കൂർ മുമ്പെങ്കിലും ചിക്കനിൽ മസാല പുരട്ടി വെക്കണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പ്ലേറ്റ് മല്ലിയിലയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ മേടിക്കുന്ന ഒരു കെട്ടോളം മല്ലിയിലയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഏകദേശം അരക്കെട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കെട്ട് പുതിനയുടെ പകുതി ഭാഗം, അതായത് അര പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 വലിയ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം 2 വലുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു റെഡ് ക്യാപ്സിക്കം, ഇതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ. നല്ല ജീരകം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം 6 ടേബിൾ സ്പൂൺ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 6.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. 3 ചിക്കൻ ക്യൂബ്സാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചിക്കൻ ക്യൂബ്സ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, വളരെ ലൈറ്റായിട്ടുള്ള ചിക്കൻ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മന്തി കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാടങ്ങ് മത്ത് പിടിക്കില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ ക്യൂബ്സ് വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു 1.25 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല മെൽറ്റഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ മെൽറ്റായ ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് വെള്ളത്തിൽ കുക്ക് ചെയ്ത ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മസാലയിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് കേട്ടോ മന്തി നല്ല കറക്റ്റ് ഒരു ഉപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാലയിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം. ഇനി ഉണ്ടല്ലോ, ബസുമതി റൈസ്, സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അത് ഞാൻ എടുത്തിട്ടുള്ള കണക്ക് എന്ന് വെച്ചാൽ ഒരു 10 മെഷറിംഗ് കപ്പിൽ 250 ml കപ്പിൽ ഒരു 10 കപ്പാണ് കേട്ടോ. അതായത് ഏകദേശം അതൊരു 2.5 കിലോ റൈസ് വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 20 മിനിറ്റെങ്കിലും അതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഒരു ബിരിയാണി പോട്ടിൽ ഏകദേശം 5-6 ലിറ്റർ വെള്ളം എടുക്കാം. അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ റൈസിൽ ഒരുപാട് ഉപ്പ് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസാല ഇടുന്ന സമയത്ത്
ചിക്കൻ മസാല റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിൽ 3 ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4 വലിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ഒടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ബേ ലീഫ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ കരയാമ്പൂ, 1 ടേബിൾ സ്പൂൺ ഏലക്ക. ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് കുറച്ചധികം ചേർത്ത് കൊടുത്താലാണ് നല്ല ഫ്ലേവർഫുൾ റൈസ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്പൈസസ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതിൽ ഗ്രാമ്പൂ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബസുമതി റൈസ് സോക്ക് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത റൈസ് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മന്തി നമ്മൾ ഉണ്ടാക്കുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം റൈസാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് ഒരു 8 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കുക്കാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് തിളച്ച ഒരു 8 മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കാം. റൈസ് നന്നായിട്ട് കുക്കായി വരുന്ന ഒരു സമയത്ത് ഒരു 80% ഒക്കെ കുക്കാക്കി എടുത്താൽ മതി. ഓവർ കുക്കായി പോകരുത്. അപ്പം ക്വാണ്ടിറ്റി അധികം ഉള്ളതുകൊണ്ട് തന്നെ ഓവർ കുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി അധികം ഉള്ളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുക്കായ ഉടനെ തന്നെ, അതായത് ഒരു 80% 85% ഒക്കെ കുക്കായി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇതാ ഇപ്പോൾ റൈസ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, പുറത്തെടുത്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. നന്നായിട്ടൊന്ന് ചൂട് കയറുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ചിക്കൻ ഇങ്ങനെ നിരന്ന് കിടക്കാൻ പാകത്തിനുള്ള നോൺ സ്റ്റിക്ക് പോട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാ പീസും ഒന്ന് നിരന്ന് കിടക്കുന്ന രീതിയിൽ വട്ടമുള്ള നോൺ സ്റ്റിക്ക് പോട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ പീസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 10 മിനിറ്റൊക്കെ മതി കേട്ടോ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും. അപ്പോൾ അടുത്ത 10 മിനിറ്റ് നമുക്ക് അടുത്ത സൈഡ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും കവർ ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. പിന്നെന്താണെന്ന് വെച്ചാൽ ഓവർ കുക്കായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് റൈസ് ഇതിന് മുകളിലിട്ട് ഒന്നുകൂടി ദം ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഈ ചേർക്കുന്ന ക്യാപ്സിക്കൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉടഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മന്തിയിൽ കിട്ടുന്ന ഒരു ഗ്രേവി എന്ന് പറയുന്നത് ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു മിക്സ് തന്നെയായിരിക്കും. ക്യാപ്സിക്കം, മല്ലിയില, പുതിനയിലയുടെ ഒക്കെ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മന്തി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മന്തി എന്ന് പറയുന്നതും എൻ്റെ കുട്ടികളുടെയും എൻ്റെ ഫാമിലിയുടെയും ഫേവറേറ്റ് എന്ന് പറയുന്നതും ഈ ഒരു മന്തി തന്നെയാണ്. ചിക്കൻ നന്നായി കുക്കായി കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഫുൾ ഇട്ട് കൊടുത്ത ശേഷം അതിന് മുകളിലൂടെ ആ ഗ്രേവി നമ്മൾ മാറ്റി വെച്ചതുണ്ടല്ലോ അത് ഒഴിച്ചങ്ങ് കൊടുക്കുക. ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ഒന്നിതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. പിന്നെ ചാർക്കോളൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചാർക്കോളൊന്ന് ഒരു ബൗളിൽ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു ബൗളിൽ ചാർക്കോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക്
കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് സ്മോക്ക് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ അത് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ എന്താണ് നോർമലി വെക്കാറ് എന്ന് വെച്ചാൽ നമ്മൾ ഉരലുണ്ടല്ലോ ഇടിച്ചെടുക്കുന്ന ആ ഒരു ഉരലാണ് കേട്ടോ എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചെടുക്കുന്നുണ്ട്. ആ സ്മോക്ക് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. ചിക്കനും റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് കുക്കാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റൈസ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ കുക്കായി പോവാതിരിക്കുക. ചിക്കനും ഓവർ കുക്കാക്കി എടുക്കണ്ട. കാരണം ദം ചെയ്തെടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി അധികമുള്ളപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മന്തി, നല്ല ഫ്ലേവറുള്ള മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.